അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ ഒന്നാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അദ്ദർസുൽ അവ്വൽ, ഒന്നാമത്തെ പാഠം അല്ലാമുൽ ഗുയൂബ്. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. മറിയം, ഈ കുട്ടിയെ എവിടുന്ന് കിട്ടി? ആളുകൾ ചോദിച്ചു. ആ കുഞ്ഞിനോട് തന്നെ ചോദിക്കോ. മറിയം ബീവി റളിയല്ലാഹു അൻഹ തൊട്ടിലിലേക്ക് ചൂണ്ടി. ആളുകൾ, തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും? അത്ഭുതം, അതാ കുഞ്ഞ് സംസാരിക്കുന്നു. ഞാൻ അല്ലാഹു തആലയുടെ അടിമയാണ്. എനിക്ക് അവൻ വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്, എന്നെ നബിയാക്കിയിട്ടുമുണ്ട്. ഞാൻ എവിടെയാണെങ്കിലും എന്നെ ബർക്കത്തുള്ളവനാക്കി. ജീവിക്കുന്ന കാലമത്രയും നിസ്കരിക്കാനും സക്കാത്ത് നൽകാനും എൻ്റെ മാതാവിന് ഗുണം ചെയ്യാനും എന്നോട് വസിയത്ത് ചെയ്തു. അടുത്ത പേജ് നോക്കൂ. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി സംസാരിക്കുമോ? ഷഹീദ് ചോദിച്ചു. അതെ, എല്ലാറ്റിനെയും സംസാരിപ്പിക്കുന്ന അല്ലാഹു തആല അതിനെയും സംസാരിപ്പിച്ചു. അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അല്ലാഹു തആല നമ്മുടെ സൃഷ്ടാവാണ്, നാം അവൻ്റെ അടിമകളും. ഉസ്താദ് പറഞ്ഞു. ഷഹീദ്, നിങ്ങൾ അല്ലാഹു തആലയെ കണ്ടിട്ടുണ്ടോ? ഉസ്താദ്, ഇല്ല, അല്ലാഹു തആലയെ ആരും കണ്ടിട്ടില്ല. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹു തആലയെ കണ്ടു. സജ്ജനങ്ങൾ സ്വർഗത്തിൽ വെച്ച് കാണും. അല്ലാഹു തആലയുടെ സിഫത്തുകളിലൂടെയാണ് നാം അവനെ അറിയുക. അല്ലാഹു തആലക്ക് 41 സിഫത്തുകളുണ്ട്. വാജിബായ 20-ഉം മുസ്തഹീലായ 20-ഉം ജായിസായ ഒരു സിഫത്തും. ഈ സിഫത്തുകൾ അറിയൽ നമുക്ക് നിർബന്ധമാണ്. ഷഹീദ്, ഏതൊക്കെയാണ് വാജിബായ സിഫത്തുകൾ? ഈ പദ്യത്തിൽ അല്ലാഹു തആലയുടെ വാജിബായ 20 സിഫത്തുകളും പഠിക്കുന്നുണ്ട്. കൂട്ടുകാർ ഈ പദ്യം പഠിച്ചിരിക്കുക. അപ്പൊ നമുക്ക് വായിക്കാം. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖ് വഖായിമുൻ ഗനി വവാഹിദുൻ വഹൈ ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ഷൈ സമീഉനിൽ ബസീർ വൽ മുതകല്ലിം ലഹു സിഫാത്തുൻ സബ്അത്തുൻ തൻതളിം വഖുദ്റത്തുൻ ഇറാദത്തുൻ സമഉൻ ബസർ ഹയാത്തുനിൽ ഇൽമു ഖലാമുൽ ഇസ്തമർ. അടുത്ത പേജ് നോക്കൂ. ഇവ വാജിബായ സിഫത്തുകളാണ്. വാജിബിന്റെ വിപരീതമാണ് മുസ്തഹീൽ. ഏതൊരു കാര്യവും ചെയ്യാനും ചെയ്യാതിരിക്കാനും അല്ലാഹു തആലക്ക് അധികാരമുണ്ട്. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിക്കും. ഉണ്ടാകാവുന്ന ഏതൊരു കാര്യവും ചെയ്യലും ചെയ്യാതിരിക്കലും അവന്റെ ജായിസായ സിഫത്താണ്. ഷഹീദ്, ജസാക്കുമുല്ലാഹു ഖൈറ. ഉസ്താദ്, ആമീൻ വ ഇയ്യാക്കും. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലാകില്ലേ? പാഠം നല്ലവണ്ണം ആവർത്തിച്ച് വായിക്കുക. തദ്രീബാത്ത് മാത്രം പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് നേടാൻ സാധിക്കില്ല. പാഠം നല്ലവണ്ണം വായിച്ചിരിക്കണം. ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് വായിക്കാം. വഹുവ സമീഉൽ ബസീർ, അവൻ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ്. നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഫ്ഹമു വനക്തുബ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കി അതതുപോലെ തന്നെ എടുത്ത് പകർത്തി എഴുതണം. നാം ഈ പാഠത്തിൽ ഒരു പദ്യം പഠിച്ചല്ലോ, അല്ലാഹു തആലയുടെ വാജിബായ സിഫത്തുകൾ. അത് നമുക്കിവിടെ തന്നെ മനസ്സിലാക്കുന്ന വിധം കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തെ കോളത്തിൽ വാജിബായ സിഫത്തുകൾ അറബിയിലും രണ്ടാമത്തെ കോളത്തിൽ അതിൻ്റെ അർത്ഥവും എഴുതണം. അപ്പൊ നമുക്ക് എഴുതാം. 1. അൽ വുജൂദ്, ഉള്ളവനായിരിക്കുക. 2. അൽ ഖിദം, അനാദിനായിരിക്കുക. 3. അൽ ബഖാ, അന്ത്യമില്ലാതിരിക്കുക. 4.
അൽ മുഖാലഫത്തു ലിൽ ഹവാദിസ്, സൃഷ്ടികളോട് എല്ലാ നിലയിലും വ്യത്യാസപ്പെടുക. 5. അൽ ഖിയാമു ബിൻ നഫ്സ്, നിരാശ്രയത്വം. 6. അൽ വഹദാനിയ, ഏകത്വം. അടുത്ത പേജ് നോക്കൂ. 7. അൽ ഖുദ്റത്ത്, കഴിവ്. 8. അൽ ഇറാദ, ഉദ്ദേശിക്കൽ. 9. അൽ ഇൽമ്, അറിവ്. 10. അൽ ഹയാത്ത്, ജീവിച്ചിരിക്കൽ. 11. അസ്സമഅ, കേൾവി. 12. അൽ ബസർ, കാഴ്ച. 13. അൽ കലാം, സംസാരം. 14. കൗനുഹു ഖാദിറ, കഴിവുള്ളവനായിരിക്കുക. 15. കൗനുഹു മുരീദ, ഉദ്ദേശമുള്ളവനായിരിക്കുക. 16. കൗനുഹു ആലിമ, അറിവുള്ളവനായിരിക്കുക. 17. കൗനുഹു ഹയ്യ, ജീവിച്ചിരിക്കുന്നവനാവുക. 18. കൗനുഹു സമീഅ, കേൾവിയുള്ളവനായിരിക്കുക. 19. കൗനുഹു ബസീറ, കാഴ്ചയുള്ളവനായിരിക്കുക. 20. കൗനുഹു മുതകല്ലിമ, സംസാരമുള്ളവനായിരിക്കുക. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാം. ജസാകുമുല്ലാഹു ഖൈറ, അല്ലാഹു തആല നിങ്ങൾക്ക് നല്ലത് നൽകട്ടെ. സിഫത്ത്, വിശേഷണം. വാജിബ്, ഉണ്ടാവൽ അനിവാര്യമായത്. മുസ്തഹീൽ, ഉണ്ടാവാൻ പാടില്ലാത്തത്. ജായിസ്, ഉണ്ടാവൽ അനുവദനീയമായത്. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്. 1. അല്ലാഹു തആലക്ക് എത്ര സിഫത്തുകളുണ്ട്? ഉത്തരം 41. 2. അല്ലാഹു തആലക്ക് വാജിബായ സിഫത്തുകൾ എത്ര? ഉത്തരം 20. 3. അല്ലാഹു തആലക്ക് മുസ്തഹീലായ സിഫത്തുകൾ എത്ര? ഉത്തരം 20. 4. അല്ലാഹു തആലക്ക് ജായിസായ സിഫത്ത് ഏത്? ഉത്തരം ഉണ്ടാകാവുന്ന ഏതൊരു കാര്യവും ചെയ്യലും ചെയ്യാതിരിക്കലുമാണ് അല്ലാഹു തആലയുടെ ജായിസായ സിഫത്ത്. 5. ഇഹലോകത്ത് അല്ലാഹു തആലയെ കണ്ടത് ആരാണ്? ഉത്തരം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹു തആലയെ കണ്ടിട്ടുണ്ട്. 6. അല്ലാഹു തആലയെ നാം കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ അവനെ അറിയും? ഉത്തരം അല്ലാഹു തആലയുടെ സിഫത്തുകളിലൂടെയാണ് അവനെ നാം അറിയുന്നത്. 7. മറിയം ബീവി റളിയല്ലാഹു അൻഹായുടെ കുഞ്ഞിന്റെ പേരെഴുതുക. ഉത്തരം ഈസ അലൈഹിസ്സലാം. 8. ജസാക്കല്ലാഹു ഖൈറ എന്ന് കേട്ടാൽ എന്താണ് മറുപടി പറയേണ്ടത്? ഉത്തരം ആമീൻ വ ഇയ്യാക്കും. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കണം. ആ കുഞ്ഞിനോട് തന്നെ ചോദിക്കൂ, ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭം വ്യക്തമാക്കണം. ഒപ്പം നോക്കൂ. മറിയം ബീവി റളിയല്ലാഹു അൻഹായോട് ആളുകൾ ഈ കുട്ടിയെ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചപ്പോൾ മറിയം ബീവി റളിയല്ലാഹു അൻഹ തൊട്ടിലേക്ക് ചൂണ്ടി ആളുകളോട് പറഞ്ഞതാണിത്. തദ്രീബാത്തിൽ അഞ്ചാമത്തെ പ്രവർത്തനം നുഇദ് ഫിഖ്റ, പാരഗ്രാഫ് തയ്യാറാക്കാനുള്ളതാണ്. 1. തൊട്ടിലിൽ കിടന്ന കുഞ്ഞ് എന്തെല്ലാമാണ് പറഞ്ഞത്? ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതണം. ഉത്തരം ഞാൻ അല്ലാഹു തആലയുടെ അടിമയാണ്, എനിക്ക് അവൻ വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്, എന്നെ നബിയാക്കിയിട്ടുമുണ്ട്, ഞാൻ എവിടെയാണെങ്കിലും എന്നെ ബർക്കത്തുള്ളവനാക്കി, ജീവിക്കുന്ന കാലമത്രയും നിസ്കരിക്കാനും സക്കാത്ത് നൽകാനും എൻ്റെ മാതാവിന് ഗുണം ചെയ്യാനും എന്നോട് വസിയത്ത് ചെയ്തു. നുഇദ് ഫിഖ്റ എന്നതിൽ രണ്ടാമത്തത് അല്ലാഹു തആല. ഒപ്പം നോക്കൂ. അല്ലാഹു തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അവൻ നമ്മുടെ സൃഷ്ടാവും നാം അവൻ്റെ അടിമകളുമാണ്. അല്ലാഹു തആലയെ ആരും കണ്ടിട്ടില്ല. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹു തആലയെ കണ്ടു. സജ്ജനങ്ങൾ സ്വർഗത്തിൽ വെച്ച് കാണും. അല്ലാഹു തആലയുടെ സിഫത്തുകളിലൂടെയാണ് നാം അവനെ അറിയുക. അല്ലാഹു തആലക്ക് 41 സിഫത്തുകളുണ്ട്.
വാജിബായ 20-ഉം മുസ്തഹീലായ 20-ഉം ജായിസായ ഒരു സിഫത്തും. ഈ സിഫത്തുകൾ അറിയൽ നിർബന്ധമാണ്. തദ്രീബാത്തിൽ 6ാമത്തെ പ്രവർത്തനം നസിൽ യോജിച്ചവ പരസ്പരം ചേർക്കാനുള്ളതാണ്. 1. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി. 2. വഖായിമുൻ ഗനി വവാഹിദുൻ വഹൈ. 3. സമീഉനിൽ ബസീറു വൽ മുതക്കല്ലിം. 4. ഫഖുദ്റത്തുൻ ഇറാദത്തുൻ സമഉൻ ബസർ. ഇപ്പുറത്ത് നോക്കൂ. 1. ലഹു സിഫാത്തു സബ്അത്തു തൻതലിം. 2. ഹയാത്തുനിൽ ഇൽമു കലാമുൻ ഇസ്തമർ. 3. മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖ്. 4. ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ഷൈ. നാം ഈ പാഠത്തിൽ ഒരു പദ്യം പഠിച്ചല്ലോ. അല്ലാഹു തആലയുടെ വാജിബായ സിഫത്തുകളുടെ പദ്യം. ആ പദ്യത്തിന്റെ കുറച്ച് പകുതി വലതുഭാഗത്തും ബാക്കിയുള്ള പകുതി ഇടതുഭാഗത്തും കൊടുത്തിരിക്കുന്നു. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ, അതായത് നമ്പർ എടുത്ത് ഓരോ ബോക്സിൽ എഴുതണം. അപ്പൊ നോക്കൂ. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി. ഈ വരിയുടെ ബാക്കിയുള്ള ഭാഗം ഏതാണ്? 3ാമത്തേതാണ്. മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖ്. 3 എന്ന് ആ ബോക്സിൽ എഴുതുക. ഇനി 2ാമത്തേത് വഖായിമുൻ ഗനി വവാഹിദുൻ വഹൈ. ഇതിന്റെ ഈ വരിയുടെ ബാക്കിയുള്ള ഭാഗം ഏതാണ്? 4. ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ഷൈ. ഇനി 3ാമത്തേത് സമീഉനിൽ ബസീറു വൽ മുതക്കല്ലിം. ഈ വരിയുടെ ബാക്കിയുള്ള ഭാഗം ഏതാണ്? 1ാമത്തേത് ലഹു സിഫാത്തുൻ സബ്അത്തു തൻതലിം. അടുത്തത് ഫഖുദ്റത്തുൻ ഇറാദത്തുൻ സമഉൻ ബസർ. ഇതിന്റെ ബാക്കിയുള്ള വരി ഏതാണ്? 2. ഹയാത്തുനിൽ ഇൽമു കലാമുൻ ഇസ്തമർ. 3, 4, 1, 2. തദ്രീബാത്തിൽ 7ാമത്തെ പ്രവർത്തനം തഖ്സീസ്. പദ്യം കാണാതെ പഠിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. പദ്യപാരായണ മത്സരം സംഘടിപ്പിക്കുക. അപ്പോൾ കൂട്ടുകാർ ഇത് ഉസ്താദിനോട് ചോദിച്ച് മദ്രസയിൽ ചെയ്യാനുള്ള വർക്കാണ്. തദ്രീബാത്തിൽ 8ാമത്തെ പ്രവർത്തനം നഖ്റഉ വനക്തുബ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് അതുപോലെ തന്നെ എടുത്ത് ആ വരികളിൽ പൂരിപ്പിക്കണം. 1. ജസാക്കുമുല്ലാഹു ഖൈറ. 2. ആമീൻ വ ഇയ്യാക്കും. 3. സമീഉനിൽ ബസീറു വൽ മുതക്കല്ലിം. 4. മുഖാലിഫു ലിൽ ഖൽഖി ബിൽ ഇത്ലാഖ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.